നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും കിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചാന്ദ്രദിന കിസിൻ്റെ രണ്ടാം ഭാഗവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യ ഭാഗം കാണാത്ത കൂട്ടുകാർ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടനെ തന്നെ ആ വീഡിയോയും കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാനം നമ്മളൊരു ബോണസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കായി നൽകുന്നതാണ്. ഉത്തരം അറിയുന്ന കൂട്ടുകാർക്ക് ഉത്തരം കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ അടുത്ത വീഡിയോയിൽ ആദ്യം കമൻറ്റ് ചെയ്യുന്ന 5 പേരെ വിജയികളായി പ്രഖ്യാപിക്കുന്നതാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി. ഉത്തരം ഗഗൻയാൻ. ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം. ഉത്തരം ടിയാൻഗോങ് 1. ചാന്ദ്രയാൻ വിക്ഷേപിച്ച ശ്രീഹരിക്കോട്ട ഏത് ജില്ലയിലാണ്? ഉത്തരം നെല്ലൂർ. ആന്ധ്രാപ്രദേശിലാണ് നെല്ലൂർ. ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ഉത്തരം കെപ്ലർ. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം ലെബനിറ്റ്സ്. ബ്രിട്ടന്റെ പ്രഥമ ചാന്ദ്ര ദൗത്യത്തിൻ്റെ പേര്. ഉത്തരം മൂൺ ലൈറ്റ്. ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണമേത്? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ചാന്ദ്രയാൻ്റെ ഒരു വാഹനമാണ് മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രനിൽ ഇറങ്ങാൻ ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ ദൗത്യം. ഉത്തരം ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. ഉത്തരം കൽപ്പന 1. കൽപ്പന 1ൻ്റെ പഴയ പേരാണ് മെറ്റ്സാറ്റ് 1. ഇന്ത്യയുടെ ക്യാപ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമേത്? ഉത്തരം ഗാനിമീഡ്. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനിലെത്തിയ ആദ്യ പേടകം. ഉത്തരം അപ്പോളോ 11. 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ്, എഡ്വിൻ ആൽഡ്രിൻ എന്നിവരുമായാണ് അപ്പോളോ 11 ബഹിരാകാശത്തേക്കെത്തിയത്. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമേത്? ഉത്തരം എക്കോ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഉത്തരം സെലനോളജി. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ശ്രീഹരിക്കോട്ട എന്നെഴുതിയാലും മതി. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക് 1 വിക്ഷേപിച്ച രാജ്യം. ഉത്തരം റഷ്യ. രണ്ടാമതായി ചന്ദ്രനിൽ ഇറങ്ങിയതാര്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ചന്ദ്രനിലേക്ക് ചാന്ദ്ര പര്യവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം. ഉത്തരം റഷ്യ. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹമേത്? ഉത്തരം ടൈറ്റൻ. ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത് ഏത് വർഷം? ഉത്തരം 1961. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തുമ്പ. തിരുവനന്തപുരത്താണ് തുമ്പ. 1993 ഏപ്രിൽ 3 ഇന്ത്യ ഇൻസാറ്റ് E എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ഉത്തരം ഫ്രഞ്ച് ഗയാന. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം. ഉത്തരം ചൈന. അപ്പോളോ 11 വഹിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്കുയർന്ന റോക്കറ്റ് ഏത്? ഉത്തരം സാറ്റേൺ 5. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആര്? ഉത്തരം AB വാജ്പേയി അഥവാ അടൽ ബിഹാരി വാജ്പേയി. ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റിഗോലിത്ത്. ചാന്ദ്രയാൻ 2 റോവറിൻ്റെ പേര്. ഉത്തരം പ്രഗ്യാൻ. ലാൻഡറിൻ്റെ പേര് വിക്രമാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക.
ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം? ഉത്തരം ലൂണ 2. 1959 ലൂണ 2 വിക്ഷേപിച്ചത്. ഇതാണ് നമ്മുടെ ബോണസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ ദ